third class of HTML. With the last two classes, we are already familiar with what a tag means. With the tags and attributes, we are familiar with. And there are many tags and attributes. So we had already seen many of them and much more to come. So let us start with this class with the center tag. The name itself explains it. Center tag means what is to be displayed in the center, the content that is to be displayed in the center that we will put in the inside the center tags. Center is a container tag. എന്താണോ സെന്ററിൽ വരേണ്ടത് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെന്ററിലേക്ക് സെന്റർ ടാഗിനുള്ളിൽ നമ്മൾ എഴുതുന്ന കണ്ടന്റ്, സെന്റർ ടാഗിനുള്ളിൽ എഴുതുന്ന എന്ത് കണ്ടന്റും അത് എവിടെ വരും, ആ വെബ് പേജിന്റെ എക്സാക്ട് സെന്ററിൽ വരും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അപ്പൊ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. And in HTML, many of the tags are self-explanatory. On seeing the name itself, you can understand what the tag implies. എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി കുറെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ്, അതായത് എഴുത്തുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ടാഗ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ബോൾഡ് ബി. നമുക്കറിയാം ഒരു ടാഗ്, ഒരു ബി. നമുക്ക് ഇതെല്ലാം വൺ ബൈ വൺ നോക്കുന്നതിന് മുന്നേ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കി നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് പ്രോഗ്രാമിലേക്ക് തിരിച്ചോ, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ആ ടാഗുകൾ ഓരോന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്കുള്ള ഒരു പ്രോഗ്രാം, HTML പ്രോഗ്രാം. സോ HTML ടാഗ് ഈസ് ദ ഹെഡ് ടാഗ് ഈസ് എ ടൈറ്റിൽ, ഫോർമാറ്റിംഗ് ടാഗ്സ്, പിന്നെ കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഔട്ട്പുട്ട് നോക്കൂ. So let us check the output. Mahatma Gandhi, it is written in the bold letter, സാധനത്തെ പോലെയല്ല. And father of our nation, it is written as in italics and it is underlined too. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സാധനത്തെ മാതിരി എഴുതിയിട്ടുണ്ട്, എവരി സ്റ്റുഡൻസ് മസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. Then the weak can never forgive, അത് വളരെ ചെറുതായിട്ടാണ് എഴുതിയിട്ടുള്ളത്. Forgiveness is an attribute of the strong, അത് വളരെ വലുതായിട്ടാണ് എഴുതിയിട്ടുള്ളത്. സി, അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് വളരെയധികം കുറേ സാധനങ്ങൾ ഇതിലുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ പ്രോഗ്രാമിൽ എഴുതിയിട്ടുള്ളത് നോക്കി നോക്കാം. കാരണം ഈ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ പ്രോഗ്രാം ആ രീതിയിൽ വേണമല്ലോ എഴുതാൻ. ഞാൻ ആദ്യം പറഞ്ഞു, how you should get the output, that depends upon entirely on your program, how you have written the program. Exactly in the same way the output will get displayed. So here body ടാഗിന്റെ ഉള്ളിലാണ് നമ്മുടെ പ്രോഗ്രാം ഒക്കെ ബോഡി വരുന്നത് എന്നാണ് പറഞ്ഞ കാര്യമാണ്. Now the p tag പാരഗ്രാഫ് ആയിട്ട് വരുന്നു. Then center, മഹാത്മാഗാന്ധി എന്ന് എഴുതിയിട്ട് ഈ സെന്റർ എന്നുള്ളത് എഴുതിയിട്ട് നോക്കൂ. സെന്റർ ടാഗ്, it has opened here and it has been closed here. It has opened here and it has closed here. So what is written inside this center tag? Mahatma Gandhi is the father of our nation. അത് കറക്റ്റ് സെന്ററിലാണ്, ഈ വെബ് പേജിന്റെ സെന്ററിലാണ് വന്നിട്ടുള്ളത്. So and inside that center tag we have used bold, B tag. So Mahatma Gandhi has come with a bold letter. The father of our nation has come with italics. I tag ഉപയോഗിച്ചിട്ടുണ്ട്. So here we have used the center tag, B tag, I tag, U tag. B is a container tag. I ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. U ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. സെന്റർ ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പൊ മഹാത്മാഗാന്ധി എന്ന് എഴുതിയിട്ടുള്ളത് ബോൾഡ് ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു. സോ മഹാത്മാഗാന്ധി വിൽ അപ്പിയർ ഇൻ ദി ബോൾഡ് ലെറ്റർ. ഫാദർ ഓഫ് അവർ നേഷൻ ഹാസ് been written inside the I and U tag. അപ്പൊ അവിടെ അണ്ടർലൈനും വരും. അപ്പൊ I tag എന്നുള്ളതാണ് ഇറ്റാലിക്സിൽ ചെരിഞ്ഞ് വരെ എഴുതി വേണ്ടിയിട്ടുള്ളതാണ്. U tag എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ U ടാഗിന്റെ ഉള്ളിൽ എന്ത് എഴുതിയോ അതിന് അണ്ടർലൈൻ വിൽ അപ്പിയർ. അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ ഇപ്പൊ നോക്കി ഇവിടെ നമുക്ക് കണ്ടറിയാം. ഇനി അടുത്തത് എന്താണ്? വെറുതെ എഴുതിക്കുക ഒരു ടാഗിന്റെ ഉള്ളിൽ, ഈ പി ടാഗിന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. എവരി സ്റ്റുഡന്റ് ഹാസ് ബീൻ മസ്റ്റ് ലേൺ ദ ഇൻസ്പയറിംഗ് വേർഡ്സ് ഓഫ് ഗാന്ധിജി. അത് കുറെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ പി ക്ലോസ് ചെയ്തു. ബി ആർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ബി ആർ ഇസ് an empty tag, ലൈൻ ബ്രേക്ക്, നെക്സ്റ്റ് ലൈനിലേക്ക് പോകാൻ, അപ്പം അടുത്ത ലൈനിലേക്ക് പോയി. സ്മോൾ ടാഗ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സ്മോൾ ടാഗ് എന്താ? ഈ സ്മോൾ ടാഗ് എന്നുള്ള കണ്ടില്ല, ഇവിടെ എഴുതി വന്നതാണ് കണ്ടില്ലേ. സാധാരണ ഇതാണ് ഓർഡിനറി ലെറ്റർ, ഈ കാണുന്നതാണ്. അപ്പോൾ സ്മോൾ ഉള്ളത് വളരെ ചെറുതായിട്ട്, വീക്ക് ക്യാൻ നെവർ ഫോർഗീവ്, അത് ചെറുതായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന്റെ കാരണം എന്താ? ദിസ് വീക്ക് ക്യാൻ നെവർ ഫോർഗീവ് അത് സ്മോൾ എന്നുള്ളതിന്റെ ഉള്ളിലാണ് എഴുതിയിട്ടുള്ളത്. സോ ഇറ്റ് വിൽ കം വിത്ത് സ്മോൾ ലെറ്റേഴ്സ്. ഫോർഗീവ്നെസ് അടുത്തെന്താ? ബിഗിനുള്ളിലാണ് എഴുതിയിട്ടുള്ളത്. ബിഗ് അതെന്താ? വളരെ വലുതായിട്ട് വരും, പേരിൽ തന്നെ. സ്ട്രോങ്, അത് ഈ പറഞ്ഞ ബോൾഡ് എന്നുള്ളതിന്റെ വേറെ രൂപം. സ്ട്രോങ് ബോൾഡൊക്കെ ഏതാണ് ഒരുപോലെ തന്നെയാണ്. സ്ട്രോങ് എന്നുള്ള ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചുകൊണ്ട് ഇവിടെ സ്ട്രോങ്. അപ്പൊ ഇനി നമുക്കൊന്ന് ഇത് നേരത്തെ പറഞ്ഞ കുറച്ച് ടാഗ് എടുത്ത് നോക്കാം എന്തൊക്കെയാണ്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ്. B ടാഗ് ഉണ്ടോ? മേക്കിംഗ് ടെക്സ്റ്റ് ബോൾഡ്. ഇതിനുള്ളിൽ എന്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായി? ബോൾഡായി വരും.
ഇറ്റാലിക്സ് ഐ ഇറ്റാലിക്സിൽ എഴുതി വരും, യു അണ്ടർലൈൻഡ് ആയിട്ട് വരും, ദെൻ യെസ് ആൻഡ് സ്ട്രൈക്ക്, എന്തെങ്കിലും ഒന്ന് എഴുതി വെട്ടണം. അവിടെ കണ്ടില്ലേ താങ്ക് യു ഓൾ എന്ന് എഴുതി വെട്ടി കണ്ടില്ലേ. അപ്പൊ അതെങ്ങനെ എഴുതുന്നത്, ഈ സ്ട്രൈക്ക് എന്നുള്ളതിന്റെ ആ ടാഗിന്റെ ഉള്ളിലാണ് വരുന്നത്. സ്ട്രൈക്ക് എന്നുള്ള ഓപ്പണിംഗ് ടാഗ്, സ്ട്രൈക്ക് ക്ലോസിംഗ് ടാഗിന്റെ ഇടയിൽ താങ്ക് യു ഓൾ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ വെട്ടി വരും, സ്ട്രൈക്ക് ചെയ്ത് വരും. ബിഗ് മീൻസ് വലുതായിട്ട് വന്നു, സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് വന്നു, സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബി ടാഗിന്റെ പോലെ തന്നെയാണ് വരുന്നത്. ഇനി അടുത്തൊരു ടാഗാണ് EM ടാഗ്, എംഫസൈസിങ് ടെക്സ്റ്റ് എന്ന് പറയും. അത് ഇറ്റാലിക്സിന്റെ പകരം അതുപോലെ തന്നെയുള്ള ഒരു ടാഗാണ്. ഐ എന്നുള്ള കണ്ട ഇറ്റ് ഹാസ് ദ സെയിം ഐ ടാഗ്. ഐ ടാഗ് എന്ന് പറയുക, ഐ ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റാലിക്സ് എഴുതുന്ന ടാഗാണ്. അപ്പൊ EM എന്നുള്ള എഴുതിയത് ഇറ്റാലിക്സ് ആയിട്ട് വരും. നെക്സ്റ്റ് വൺ സബ് ആൻഡ് SUP, സബ് ആൻഡ് സൂപ്പ്, അതായത് സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർ സ്ക്രിപ്റ്റ്. ദിസ് ഇസ് സംവാട്ട് ഇമ്പോർട്ടൻറ്റ്. സാധാരണ ചെറിയ ടാഗിന്റെ പോലെയല്ല, ഇത് എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ട്. വാട്ട് യു മീൻ ബൈ സബ്സ്ക്രിപ്റ്റ് ആൻഡ് വാട്ട് യു മീൻ ബൈ സൂപ്പർ സ്ക്രിപ്റ്റ്? നമുക്ക് എക്സാമ്പിൾ ഇവിടെ തന്നത് H2O, H2SO4 എന്നൊക്കെ തന്നിട്ടുണ്ട്. ഇതില് നമ്മൾ നോക്കുകയാണെങ്കിൽ H കഴിഞ്ഞിട്ട് താഴെ എഴുതിയിട്ടാണ് 2, താഴെയാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. അതുമാതിരി ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ A+B² സ്ക്വയർ മോളിലാണ്, A³ എന്ന് എഴുതുമ്പോൾ എന്താണ് 3 മോളിലാണ്. അപ്പൊ താഴെ എഴുതുന്നതും ഉണ്ട്, മുകളിൽ എഴുതുന്നുണ്ട്. താഴെ എഴുതുന്നതിനെ പറയുന്നതാണ് സബ്സ്ക്രിപ്റ്റ്, മുകളിൽ എഴുതുന്നതിനെ പറയുന്നതാണ് സൂപ്പർ സ്ക്രിപ്റ്റ്. അപ്പൊ ഇവിടെ H2O എന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ HTML എങ്ങനെ എഴുതണം? H2SO4, if we want to get this output H2SO4, how we have to write inside the HTML tag? How we have to write? So here it is given. We can display the text H2O with the code H. കാരണം ഇവിടെ H2O എങ്ങനെ വരേണ്ടത്, H ആദ്യം എഴുതണം, പിന്നെ അടിയിലാണ് 2 എന്ന് എഴുതേണ്ടത് അല്ലെ. അപ്പൊ അടി സബ്സ്ക്രിപ്റ്റ് ആണ് 2 എന്ന് എഴുതേണ്ടത്. അപ്പൊ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 2 വരണമെങ്കിൽ how you have to write? If you have to write the 2 within the sub tag SUB. So SUB is the, here it has opened and here it has closed. അപ്പോൾ കണ്ടോ, ഇവിടെ കണ്ടോ H ആദ്യം എഴുതി, വെരി കെയർഫുൾ, എക്സാമിന് ചോദിക്കുന്നതാണ് സാധാരണഗതിയിൽ. H ആദ്യം എഴുതി, ദെൻ പിന്നെ നമുക്ക് 2 എന്നുള്ളത് എങ്ങനെ കിട്ടേണ്ടത്, നേരെ H2 എന്ന് നേരെയല്ല എഴുതിയിട്ടുള്ളത്, താഴെ കിട്ടിയതായതുകൊണ്ട് എന്തെഴുതണം, SUB എന്ന് എഴുതി, അത് കഴിഞ്ഞിട്ട് 2 എന്ന് എഴുതിയിട്ട് HUB ക്ലോസ് ചെയ്തു, എന്നിട്ട് O എന്ന് എഴുതി. അപ്പൊ H താഴെ, ഇവിടെ HTML നോക്കുന്ന സമയത്ത് എങ്ങനെ നോക്കുന്നത്, H ആദ്യം വരും, പിന്നെ ഈ 2 എന്നുള്ള ഇറ്റ് വിൽ കം ആസ് എ സബ്സ്ക്രിപ്റ്റ്, പിന്നെ O. അവർ സൂപ്പർ സ്ക്രിപ്റ്റ് A+B² സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്, ഈക്വൽ ടു A² + 2AB+B². ഇത് എങ്ങനെ എഴുതാൻ പറ്റും നോക്കി നോക്കൂ. A+B വളരെ സിമ്പിൾ ആണ്, എന്ന് നോക്കി നമുക്ക് ഇതാണ് നമുക്ക് എഴുതേണ്ടത്, കിട്ടേണ്ടത്. അത് നമ്മൾ എങ്ങനെ എഴുതി നോക്കി നോക്കൂ. A+B എന്നത് ഇവിടെ സ്ക്വയർ അല്ലേ വരേണ്ടത്, അപ്പൊ സ്ക്വയർ വരണമെങ്കിൽ എങ്ങനെ എഴുതാം, വെറുതെ 2 എഴുതാമെന്നുണ്ടെങ്കിൽ വെറുതെ ഇവിടെ 2 വരുള്ളൂ. സോ SUP എന്ന് എഴുതി 2, SUP ഉള്ളിൽ 2 എഴുതി. അപ്പൊ എന്ത് വരും, ഇതിന്റെ മുകളിൽ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് വരും. പിന്നെ എന്ത് പറയണം, A² എഴുതണം, എന്ത് എഴുതണം, A SUP 2 SUP plus 2AB B SUP 2 SUP. അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇതാണ് സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, ഇതൊന്ന് നോട്ട് ചെയ്തോണം. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാണ്ടാവും. കാര്യങ്ങളൊക്കെ ചിലപ്പോൾ 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ബ്ലോക്ക് കോട്ട് ആൻഡ് ക്യൂ ടാഗ്. ബ്ലോക്ക് കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ താഴെ തന്നെ എഴുതി. So here June 5th, ഈ ഔട്ട്പുട്ട് നോക്കാം, കാർഡ് ഔട്ട്പുട്ട് നോക്കാം, എന്നിട്ട് പ്രോഗ്രാം നോക്കാം, എന്നിട്ട് എന്താണെന്ന് നോക്കാം. June 5th is the വേൾഡ് എൻവയോൺമെന്റ് ഡേ. ഇത് കംപ്ലീറ്റ് കണ്ടോ നിങ്ങൾ, ഒരു ബ്ലോക്ക് ആയിട്ടാണല്ലോ അല്ലെ. അപ്പൊ ഇത് എന്തിനാണ് എഴുതിയിട്ടുള്ളത്, ഇറ്റ് ഹാസ് ബീൻ റിട്ടൺ ഇൻസൈഡ് ദി ബ്ലോക്ക് കോട്ട്. പിന്നെ താഴെ ഇതിന്റെ കീപ് യുവർ വേർഡ് ആസ് ക്ലീൻ. ഔട്ട്പുട്ട് ഒന്ന് നോക്കി മനസ്സിലാവും. ഇവിടെ ഒരു കോട്സ് വന്നിട്ടുണ്ട്, ഡബിൾ കോട്സ്. ഡബിൾ കോട്സ്. കീപ് യുവർ വേൾഡ് ക്ലീൻ ആൻഡ് ഗ്രീൻ, സേവ് യുവർ ട്രീ, സേവ് ദ എൻവയോൺമെന്റ്. ഇത് കോട്സിൽ വന്നു. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് പ്രോഗ്രാമിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്, അതിനുള്ള പ്രോഗ്രാമാണ് ഈ കാണുന്നത്, HTML പ്രോഗ്രാം. ഇവിടെ നിങ്ങൾ എഴുതി, ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ വേറെ ചെറിയ കാര്യം ഉണ്ട്, June 5th എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ 5ന്റെ മുകളിലാണ് TH വന്നിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് മുന്നേ പഠിച്ചല്ലോ, മുകളിൽ വരണമെങ്കിൽ ഇഫ് യു ഹാവ് ടു റൈറ്റ് ആസ് എ സൂപ്പർ സ്ക്രിപ്റ്റ്, TH ഈസ് എ സൂപ്പർ സ്ക്രിപ്റ്റ് ഹിയർ. അപ്പൊ 5 എന്ന് എഴുതിയ ശേഷം SUP ടാഗിനുള്ളിൽ വേണം എന്ത് എഴുതാൻ, TH എഴുതാൻ. നോക്കി നോക്കി എന്ന് എഴുതിയിട്ടുള്ളത്. ഇറ്റ്സ് വെരി ക്ലിയർ ഹിയർ. എവറി ഇയർ വി സെലിബ്രേറ്റ് ഡേ ഓൺ 5th. 5 കഴിഞ്ഞു, SUP TH SUP, ദെൻ ജൂൺ. അപ്പൊ 5th ജൂൺ വന്നു. ഇനി നിങ്ങൾ എഴുതി നോക്കിയ ബ്ലോക്ക് കോട്ട്. ഈ ബ്ലോക്ക് കോട്ട് എന്ന് പറഞ്ഞ ടാഗ് ഇവിടെ തുടങ്ങി,
ഇത്രയും ബ്ലോക്ക് ഔട്ട് ടാഗാണ് ഇവിടെ അവസാനിച്ചു. ഇത്രയും ബ്ലോക്ക് ഔട്ട് ടാഗ്, ഈ ബ്ലോക്ക് ഔട്ട് ടാഗിന്റെ ബ്ലോക്ക് കോട്ട് അതൊരു ബ്ലോക്ക് ആയിട്ട് നിൽക്കും. അതാണ് ഇവിടെ എന്ത് നിൽക്കുന്നത്, ഇവിടെ ഇത് മൊത്തം നിൽക്കുന്നത്. അതാണ് ബ്ലോക്ക് ഔട്ട് ടാഗ്. ഇനി ക്യൂ ടാഗ്, ക്വാട്ട്, കീപ് യുവർ വേൾഡ് ക്ലീൻ ആൻഡ് ഗ്രീൻ, സേവ് ട്രീസ്, സേവ് ദ എൻവയോൺമെന്റ്. ഇത് ക്യൂ ടാഗ് മീൻസ് ക്വാട്ട് ടാഗ്. അതൊരു കോട്ട്സ് ആയിട്ട് അവിടെ വരും. എക്സാമ്പിൾ ഇവിടെ കോട്ട്സ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, ഓൾവേസ് എ കോട്ട് വിൽ ബി കണ്ടെയ്ൻഡ് ഇൻസൈഡ് ദ 2 ഡബിൾ കോട്ട്സ്. അപ്പൊ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ വരും ക്യൂ ടാഗിന്റെ ഉള്ളിൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാഗാണ്, സെൽഫ് എക്സ്പ്ലനേറ്ററിനെയാണ്. ഇനി പ്രീ ടാഗ് എന്താണ്? പ്രീ ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവാം. പ്രീ ഫോർമാറ്റഡ് എന്നുള്ളതാണ് പ്രീയുടെ ഫുൾ ഫോം. പ്രീ ഫോർമാറ്റഡ് ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണോ പ്രോഗ്രാം HTML-ന്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ളത് അതേപോലെ തന്നെ ഔട്ട്പുട്ട് വരണമെങ്കിൽ HTML-ന്റെ ഉള്ളിൽ എങ്ങനെയാണോ പ്രോഗ്രാം, സാധാരണ ഇതിൽ HTML-ന്റെ ഉള്ളിൽ ഇപ്പൊ ഇവിടെ കണ്ടു നിങ്ങൾ, ഇതൊന്നും ആദ്യം നോക്കാം നമുക്ക്. ഇവിടെ HTML ടാഗ് ഒക്കെ തുടങ്ങി, ഫ്രീ എന്ന ടാഗ് തുടങ്ങി, ഡോണ്ട് പൊല്യൂട്ട് വാട്ടർ, ഇവിടെ കുറച്ച് വിട്ടിട്ടാണ് ഒരു ഇൻഡന്റേഷൻ നടത്തിയിട്ടാണത് ഡോണ്ട് പൊല്യൂട്ട് എയർ, പിന്നെ കുറച്ച് ഡോണ്ട് പൊല്യൂട്ട് എൻവയോൺമെന്റ്. അതായത് ഔട്ട്പുട്ടിൽ എങ്ങനെയാണോ വരേണ്ടത് അത് ഇവിടെ തന്നെ നമ്മൾ അങ്ങോട്ട് സെറ്റ് ചെയ്യണം. ഇവിടെ തന്നെ നമ്മളൊരു അത് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ എഴുതിയിട്ടുണ്ട് ഇത് ഇതേപോലെ അവിടെ വരണം, ഔട്ട്പുട്ട് വരണം. നേരെ മറിച്ച് അത് അങ്ങനെ സാറിന് എഴുതിയ പ്രോഗ്രാമിൽ വരില്ല. പ്രോഗ്രാം നമ്മൾ എങ്ങനെ എഴുതിയും കാര്യമില്ല, അത് വരില്ല. കാരണം ഉദാഹരണത്തിന് ഒരു അടുത്ത താഴത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ, അടുത്ത ലൈനിലേക്ക് വരണമെങ്കിൽ BR ടാഗ് ഇട്ടാൽ മാത്രമേ അടുത്ത ലൈനിലേക്ക് വരുള്ളൂ, അല്ലാത്തപ്പോൾ സമയത്ത് വരില്ല. അത് നേരെ എഴുതി പോവുള്ളൂ. പ്രോഗ്രാമിൽ നമ്മൾ താഴെ എഴുതിയിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ഔട്ട്പുട്ടിൽ അടുത്ത ലൈനിലേക്ക് വരണം കൂടെ BR ടാഗ് ഇടണം. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കി നോക്കൂ, ഇവിടെ ഡോണ്ട് പൊല്യൂട്ട് വാട്ടർ എന്നിട്ട് ഇവിടെ ഔട്ട്പുട്ട് താഴെ വന്നിട്ടുണ്ട് ഡോണ്ട് പൊല്യൂട്ട് എയർ എന്നുള്ളത്. ഇവിടെ ഒരു BR ടാഗ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. സാധാരണ നമ്മൾ BR ടാഗ് ഉപയോഗിക്കണം, എന്നാലേ താഴത്തേക്ക് വരുള്ളൂ. ഇവിടെ എന്തുകൊണ്ടാണ് BR ടാഗ് ഉപയോഗിക്കേണ്ടാത്ത സ്ഥിതി വന്നത്? ഇവിടെ പ്രീ എന്നുള്ള ടാഗിന്റെ ഉള്ളിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. സോ പ്രീ ടാഗ് സ്റ്റാൻഡ്സ് ഫോർ ദ പ്രീ ഫോർമാറ്റഡ് ടാഗ്. So pre-formatted tag means however you have written the program in your HTML editor, exactly the same way the output will be displayed. അതാണ് അതിന്റെ അർത്ഥം. Pre-formatted tag. Address tag. Address tag വന്നാൽ നമുക്ക് as I said you earlier, it is a self-explanatory. കണ്ടാൽ തന്നെ മനസ്സിലാവും അഡ്രസ് ആയിട്ട് വരണമെന്നുണ്ട്. അഡ്രസ് സെപ്പറേറ്റ് ബ്ലോക്ക് ആയിട്ടാണ് സാറിന് വരിക. അതിന് കണ്ടോ അഡ്രസ് ഔട്ട്പുട്ട് വന്നാണ് സ്റ്റേറ്റ് കൗൺസിൽ CRT എന്നൊക്കെ പറഞ്ഞാൽ അത് സാധാരണ ഇതിൽ ഇറ്റാലിക്സിൽ ചെരിഞ്ഞിട്ടാണ് കംപ്ലീറ്റ് വരിക. ഇവിടെ അഡ്രസ് എന്നുള്ള ഈ ടാഗിനുള്ളിൽ എഴുതിയിട്ടുണ്ട് CRT കൗൺസിൽ പ്രസിഡന്റ്. ഇവിടെ BR കൊടുത്തു. BR കൊടുത്തത് എന്താണ്? ഇവിടെ പൂജപ്പുര കഴിഞ്ഞിട്ട് തിരുവനന്തപുരം അടുത്ത ലൈനിൽ വരണം, തിരുവനന്തപുരം കഴിഞ്ഞിട്ട് അടുത്ത പിൻകോഡ് കേരള അടുത്ത ലൈനിൽ വരണം, ഈ കേരള കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ ഇത് വരണം. അപ്പൊ ഇതൊക്കെ ലൈൻ ബൈ ലൈൻ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ BR കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ പ്രീ എന്നുള്ളത് കൊടുക്കണം. എന്നാൽ കുഴപ്പമില്ല. അപ്പൊ അഡ്രസ് ടാഗ് എന്നുള്ളതാണ് അഡ്രസ് സ്റ്റൈലിൽ പ്രിന്റ് ചെയ്തിട്ട് വരാനുള്ളത്. അതിപ്പോ നമ്മൾ നോക്കിയ 2 ടാഗാണ്. ഒന്ന് പ്രീ ടാഗ്, പ്രീ ഫോർമാറ്റഡ് ടാഗ് എന്നുള്ളത്. ദിസ് ടാഗ് ടെൽസ്, കണ്ടോ, ദിസ് ടാഗ് ടെൽസ് ദ ബ്രൗസർ എൻക്ലോസ്ഡ് ടെക്സ്റ്റ് ഈസ് പ്രീ ഫോർമാറ്റഡ് ആൻഡ് നോട്ട് റീഫോർമാറ്റഡ് അഗെയിൻ. ഇനി രണ്ടാമത് കൂടി ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞ മാതിരി എഴുതണം എന്നുള്ളതാണ് പ്രീ ടാഗ് പറയുന്നത്. അഡ്രസ് ടാഗ് ഡിഫൈൻസ് ദി കോൺടാക്ട് ഇൻഫർമേഷൻ ഫോർ ദ ഓതർ. അഡ്രസ് ടാഗിനുള്ളിൽ എഴുതിയിരുന്നെങ്കിൽ അത് അഡ്രസ് ടാഗിൽ തന്നെ എല്ലാം എഴുതിയത്. ഇനി അടുത്ത് പഠിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള എന്നാൽ സാധാരണഗതിയിൽ കുറെ പ്രാവശ്യം എക്സാമിനേഷനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ടാഗാണ് മാർക്യൂയി ടാഗ്. മാർക്യൂയി, ദ വേർഡ് മീനിങ് ഓഫ് മാർക്യൂയി, മാർക്യൂ മീൻസ് മൂവിങ് എന്നുള്ളതാണ്. മൂവിങ്. ഇപ്പൊ നമ്മൾ TV ഒക്കെ കാണുന്ന സമയത്ത് നമ്മുടെ താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്നതാണ്, പല രീതിയിൽ ഇങ്ങനെ പല ടെക്സ്റ്റ് ഇങ്ങനെ പോകുന്നതാണ്. സ്ക്രോൾ ചെയ്ത് ടെക്സ്റ്റ് പോവാം, ഇമേജ് ഒക്കെ പോവാം. അപ്പൊ മൂവിങ് എന്നുള്ളതാണ് മാർക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ചെയ്യുന്നത്. ഇത് വൺ വേർഡിന് ചോദിക്കാറുണ്ട്. Similarly, what are the main attributes of marquee tag? It may be asked 2 or 3 times. 3 marks question was asked from the marquee question. Explain any 3 attributes of the marquee tag with an example. എന്നൊക്കെ പറഞ്ഞു ചോദിക്കാറുണ്ട്. So give a little bit more concentration on this marquee tag and we will see it. We will see right now. Marquee means, ഇത് നമുക്ക് ആദ്യം തന്നെ ഇത് ജസ്റ്റ് ഒന്ന് പറയാം എന്താണെന്നുള്ളത്. Marquee tag which displays, എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? പീസ് ഓഫ് ടെക്സ്റ്റ് ഓർ ഇമേജ് സ്ക്രോളിംഗ് ഹൊറിസോണ്ടലി ഓർ വെർട്ടിക്കലി. അത് നേരെ ഇങ്ങനെ പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ പോവാം, റൈറ്റിലേക്ക് ഇങ്ങനെ പോവാം, താഴത്തേക്ക് പോവാം, മുകളിലേക്ക് പോവാം, പല രീതിയിലും പോവാം. Anyway, if it is moving, we have to place it inside the marquee tag. അതാണ് marquee tag. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ആദ്യം കാണാം.
ഇവിടെ ഒരു മാർക്ക് ടാഗിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാവും. കേട്ടോ, ഇവിടെ 3 സാധനങ്ങളാണ് മൂവ് ചെയ്യുന്നത്. ഈ ഒരു ദിസ് വിൽ ടേക്ക് ഓൺലി 50. ഫസ്റ്റ് വിൻഡോ ഈ സാധനം മൂവ് ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ഇത് ഒന്ന് ഇവിടുന്ന് അങ്ങോട്ടാണ്. ഒന്ന് ഈ ഗ്രീൻ കളറിൽ കാണുന്നത് മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. താഴെ കാണുന്ന യെല്ലോ ബാൻഡിൽ കാണുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. മുകളിൽ ഇവിടെ ഈ കാണുന്ന സംഭവം സ്ക്രീനിന്റെ പകുതിയിൽ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ എങ്ങനെയാലും മൂവ് ചെയ്യണം. ഒന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, ഒന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, ഒന്ന് അപ്വേർഡ്സ്. അപ്പൊ ഇവിടെ 3 മൂവിങ് ടെക്സ്റ്റ് ഉണ്ട് അല്ലെ. 3 മൂവിങ് ടെക്സ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം എത്ര മാർക്ക് ടാഗ് വരണം. 3 മാർക്ക് ടാഗ് പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഈ 3 മാർക്ക് ടാഗ് പ്രോഗ്രാമിൽ ഉണ്ട്. അപ്പൊ ഏതൊക്കെ കൂടെ കളർ വന്നു, ഏർപ്പെടുന്ന നോക്കി ഈ സ്ക്രീനിന്റെ പകുതിയിൽ നിന്നാണ് ഇത് വരുന്നത്. അതുമാതിരി ഇവിടെ ചെറിയൊരു ബാൻഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ ലേശം വലിയൊരു ബോക്സ് ആണ്. ഇത് എങ്ങനെ മുകളിലേക്ക് പോകുന്നു, എങ്ങനെ റൈറ്റിലേക്ക് പോകുന്നു, എങ്ങനെ ലെഫ്റ്റിലേക്ക് പോകുന്നു, കളർ എങ്ങനെ മാറ്റുന്നു, ഇതിന് ഓരോന്നും സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതാണ് ആ പ്രോഗ്രാം, മാർക്ക് എന്നുള്ള പ്രോഗ്രാം. ഇനി നമുക്ക് ടെക്സ്റ്റിൽ ഓരോ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാന്ന് നോക്കി നോക്കാം. ഇവിടെ ഹൈറ്റ് എന്ന് പറഞ്ഞ എന്താ, നിങ്ങൾക്ക് പറഞ്ഞ മാതിരി തന്നെ ഹൈറ്റ് കുറച്ച് സി ദ ഹൈറ്റ് ഓഫ് മാർക്ക് ഇൻ പിക്സൽസ് ഓഫ് പെർസെന്റ് ഓഫ് ബ്രൗസർ. അതായത് ഇവിടെ ഹൈറ്റ് എത്രത്തോളം നമ്മുടെ ഒരു പീസ് ഓഫ് ടെക്സ്റ്റ് എഴുതി വരുന്ന അതിന്റെ ഹൈറ്റ് കൂട്ട്, ഹൈറ്റ് എത്ര വേണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ പ്രോഗ്രാം ഒന്ന് എടുത്തോ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ വെറുതെ തിയറി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നോക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം മാർക്ക് ഹൈറ്റ് ഈക്വൽ ടു 100 എന്നുണ്ട് അല്ലെ. അതാണ് ഇവിടെ കാണുന്ന മാർക്ക് ഈ 100. ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. ഹൈറ്റ് ഈക്വൽ ടു 200 മാറ്റി നോക്കാം. കണ്ടോ, ഇതിന്റെ ഹൈറ്റ് കൂടിയത് കണ്ടോ. അപ്പൊ സ്ക്രോളിംഗ് അപ്പ് എന്ന് എഴുതി വരുന്ന ഈ സംഭവത്തിന്റെ ഹൈറ്റ് ഇവിടെ കൂടി. ബാക്കിയൊന്നും ചേഞ്ച് വന്നിട്ടില്ല. കാരണം നമ്മൾ ഇവിടെ ഇപ്പോൾ നോക്കി പോകുന്നത് ആദ്യം ഞാൻ പറഞ്ഞു 3 മാർക്ക് ടാഗ് ആണ്. ഇതൊരു മാർക്ക് ടാഗ് ആണ്. ഈ കാണുന്നത് ഒരു മാർക്ക് ടാഗ്. ആ മാർക്കിന്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ളത് എന്താണ്, വിഡ്ത്ത് ഈക്വൽ ടു 50%. അപ്പോൾ നമുക്ക് പറയാം 50%. ദിസ് വിൽ ടേക്ക് ഓൺലി 50% ഓഫ് ദ വിഡ്ത്ത് ഓഫ് ദ ബ്രൗസർ വിൻഡോ മാർക്ക് ടാഗ്. അപ്പോൾ ഇവിടുത്തെ ഒരു മാർക്ക്, ഇത് രണ്ടാമത്തെ മാർക്ക്, ഇവിടുന്ന് മുതൽക്ക് ഇവിടെ വരെ രണ്ടാമത്തെ മാർക്ക്, ഇവിടുന്ന് മുതൽക്ക് ഇവിടെ വരെ ദിസ് ഇസ് ദ തേർഡ് മാർക്ക്. From here to here. So here I have written 3 marking. You can see here 3 marking. That is why in the output you can see the 3 moving text. The basic one, the first one. Now let us see how each attribute works. Here the first mark is this will take only 50% width of the browser window. This is the first marking. But in the color ഒന്നുമില്ല, സാധാരണത്തെ മാതിരി നിങ്ങൾക്ക് കണ്ടറിയാ, ജസ്റ്റ് ഒന്നുമില്ല, പ്ലെയിൻ ടെക്സ്റ്റ് എഴുതി വന്നിരിക്കുകയാണ്, ഒന്നുമില്ല, വെറുതെ എഴുതി. ദിസ് വിൽ ടേക്ക് ഓൺലി 50% ഓഫ് ദ വിൻഡോ ഓഫ് ദ ബ്രൗസർ. ഇത് മാത്രമാണ് ഇവിടെ ആദ്യത്തെ മാർക്ക്. അപ്പൊ അത് എടുക്കുന്നത് വിഡ്ത്ത് ഈക്വൽ ടു 50%. അപ്പൊ എന്താണ്, വാട്ട് ഡു മീൻ ബൈ വിഡ്ത്ത്? വിഡ്ത്ത് മീൻസ് ആ ബ്രൗസർ വിൻഡോന്റെ എത്ര വിഡ്ത്തിലാണ് ഈ മൂവിങ് ടെക്സ്റ്റ്. മാർക്ക് മീൻസ് മൂവിങ്, അത് ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. മാർക്ക് മീൻസ് മൂവിങ്. അപ്പൊ മാർക്ക് ഈ മൂവ് ചെയ്യേണ്ടത്, വരേണ്ടത് എത്ര രീതിയിൽ, എവിടെയാണ് അതിന്റെ വിഡ്ത്ത് എത്രയിലാണ് നിൽക്കേണ്ടത്. ദാറ്റ് ഈസ് എ 50%. ആ 50% എന്ന് കൊടുത്തുകൊണ്ടാണ് സി ദിസ് ഈസ് ദി എൻറ്റയർ ബ്രൗസർ വിൻഡോ. ഇതാണ് ഫുൾ ബ്രൗസർ വിൻഡോ. അതിന്റെ ഈ 50% എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പൊ ഇവിടെ നിന്നാണ് എന്ത് വരുന്നത്, ഈ ബ്രൗസർ ഈ സംഭവം വരുന്നത് അല്ലേ, പോകുന്നുണ്ട്. 50% നോക്കിയിട്ട് ഇത് വരുന്നതാണ്. ഇവിടെ അങ്ങനെ 50, ഇവിടെ 50% ആണ് നിൽക്കുന്നത്. അപ്പൊ അതാണ് വിഡ്ത്ത് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ഇനി ഹൈറ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് എന്താണ്? ഹൈറ്റ് എന്ന് പറഞ്ഞത് ഞാൻ അടുത്ത് കാണിച്ചെന്ന് ചെയ്തിട്ട് 50%, 100. അടുത്ത മാർക്ക് ഞാൻ എടുത്തു. ഇതിന്റെ ഈ സ്ക്രോളിംഗ് അപ്പ് എന്ന് കാണുന്നതിന്റെ ഹൈറ്റ് എത്രയാണ്, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഹൈറ്റ് ഈക്വൽ ടു 100. ഈ എച്ച് സ്പേസ് എന്താണ്? ഈ എച്ച് സ്പേസ് നമുക്ക് ഓരോന്നോരം നോക്കിയോ, ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ നോക്കുക. ഹൈറ്റ് മനസ്സിലായി. അപ്പൊ എത്ര ഹൈറ്റിലാണ് നിൽക്കേണ്ടതെന്നുള്ള, വിഡ്ത്ത് എത്ര വിഡ്ത്താണ് ഇത് മറ്റേ മൂവ് ചെയ്യാൻ വരേണ്ടത്, ഇതൊക്കെ പെർസെന്റേജിലാണ് പറയുന്നത്. 50. ഇപ്പൊ വിഡ്ത്ത് ഈക്വൽ ടു 50% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ മീനിങ്? 50% എന്ന് പറഞ്ഞാൽ പകുതി, ബ്രൗസറിന്റെ സ്ക്രീനിന്റെ പകുതിയിൽ നിന്നാണ് അത് ഇങ്ങോട്ട് വരുന്നത്.
വിഡ്ത്ത് ഈക്വൽ ടു 75% എന്ന് പറയുന്നത് അർത്ഥമുള്ളത് 75% നിങ്ങൾ വരും. വിഡ്ത്ത് ഈക്വൽ ടു 100% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ കംപ്ലീറ്റ് വിൻഡോയിൽ നിന്ന് ഇങ്ങനെ വരികയാണ് ചെയ്യുക. അതാണ് മാർക്ക്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഹൈറ്റ് അവിടെ പറയും. അപ്പൊ നമ്മൾ ഇവിടെ ഈ എക്സാമ്പിൾ ഹൈറ്റ് പറഞ്ഞിട്ടില്ല. ആദ്യത്തെ മാർക്കിൽ നമ്മൾ ഹൈറ്റ് പറഞ്ഞില്ല, വിഡ്ത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രത്യേക ഹൈറ്റ്. നേരെ വെച്ച് രണ്ടാമത്തേന് ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആ ഹൈറ്റിന്റെ ഉള്ളിലാണ് ആ ഗ്രീൻ പോർഷൻ കണ്ടില്ലേ, ഇതാണ് ഹൈറ്റ് പോർഷൻ. അപ്പൊ ഹൈറ്റ് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞാൽ 100 പിക്സൽസ് നമ്മൾ പറഞ്ഞു. 100 പിക്സൽസ് ആണ് ഇവിടുത്തെ ഹൈറ്റ്. അപ്പൊ ഈ ഹൈറ്റിന് വേണമെങ്കിൽ കൂട്ടാൻ കുറയ്ക്കുക ഒക്കെ ചെയ്യാം. അതാണ് ഹൈറ്റ്. പിന്നെ ഉള്ളത് എന്താ, ഇനി അടുത്ത ആട്രിബ്യൂട്ട് ഏതാണ്? ഡയറക്ഷൻ. ഡയറക്ഷൻ മീൻസ് നോക്കി നോക്കൂ, വളരെ സിമ്പിൾ ആയിട്ട് അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റിലേക്ക് പോകണോ റൈറ്റിലേക്ക് പോകണോ മുകളിലേക്ക് പോകണോ താഴേക്ക് പോകണോ. ബിഹേവിയർ അത് എങ്ങനെയാണ് വരേണ്ടത്? സ്ക്രോൾ ചെയ്ത് വരണോ, അതോ സ്ലൈഡ് ചെയ്ത് വരണോ, അതോ ആൾട്ടർനേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വരണം? അതായത് ഒരു ടെക്സ്റ്റ് അങ്ങോട്ട് പോകുക, അതന്നെ തിരിച്ച് ഇങ്ങോട്ടും വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതാണ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സ്ക്രോൾ ഡിലേ, അപ്പോൾ ഓരോ ചുമ നമ്മൾ എത്ര ഡിലേ വരണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സ്ക്രോൾ എമൗണ്ട് എത്ര സ്പീഡിൽ വരണം. ഇപ്പൊ സ്ക്രോൾ എമൗണ്ട് ഇപ്പൊ നമ്മളൊക്കെ ചെയ്തതൊക്കെ ഏതാണ്ട് സ്ക്രോൾ എമൗണ്ട് ഒരു 5-ലൊക്കെയാണ് നിൽക്കുന്നത്. അതൊരു സ്ക്രോൾ എമൗണ്ട് 20. ഇഫ് യു മേക്ക് ഇറ്റ് സ്ക്രോൾ എമൗണ്ട് ഇൻ 20, ഇറ്റ് വിൽ വെരി ഫാസ്റ്റ്, വളരെ സ്പീഡിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നതാണ്. ദെൻ വി ക്യാൻ സെറ്റ്. ദെൻ ലൂപ്പ്. ലൂപ്പ് മീൻസ് ഹൗ മെനി ടൈംസ് ഇറ്റ് ഷുഡ് കം, നമുക്ക് സെറ്റ് ചെയ്യാം. ലൂപ്പ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഓൺലി 2 ടൈംസ് ഇറ്റ് വിൽ കം. ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടു ഇഷ്ടംപോലെ വശം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ദ ഡിഫോൾട്ട് വാല്യൂ ഈസ് ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റ് മീൻസ് അത് നിൽക്കില്ല, അത് വന്നുകൊണ്ടേ ഇരിക്കും. നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ the value will be taken as infinite and it will come forever. How long we stay in the browser window, it will come forever. It will never stop. Then BG color അറിയാം, background color എന്താണ് വരേണ്ടത് എന്നുള്ളതാണ്. Then H space. H space means ഇപ്പൊ നോക്കാം. H space means horizontal space. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സ്പേസ് എത്രയാണ്? ഇതാണ് അതായത് ലെഫ്റ്റ് മാർജിനിൽ നിന്ന് എത്രയാണ് വരേണ്ടത്, അതാണ് ഇവിടെ ലെഫ്റ്റ് എച്ച് സ്പേസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. വി സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിൽ നിന്ന് എത്രയാണ് വരേണ്ടത്. ഇതിനകത്ത് നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ എച്ച് സ്പേസ് ഈക്വൽ ടു 100 എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കൊന്ന് നോക്കി നോക്കാം. എച്ച് സ്പേസ് ഈക്വൽ 200 ആക്കി നോക്കാം. കുറെ കൂടി അങ്ങോട്ട് മാറി കാണിക്കും. അപ്പൊ ഇവിടെ മാർജിനിൽ നിന്ന് എത്ര ലെഫ്റ്റ് റൈറ്റിലേക്ക് പോയി എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ മാർക്കിലേക്ക് വരാം. മാർക്ക് ഈക്വൽ ടു ഹൈറ്റ് ഈക്വൽ ടു 20, ബി സ്പേസ് ഈക്വൽ ടു 30, ബി ജി കളർ ഈക്വൽ ടു ഒരു കളറും കൊടുത്തിട്ടുണ്ട്, ഡയറക്ഷൻ ഈക്വൽ ടു റൈറ്റ്. അതായത് ഇവിടുന്ന് അങ്ങോട്ടാണ് അത് പോകുന്നത്. ഈ മാർക്ക് നോക്കി, മൂന്നാമത്തെ മാർക്ക് എന്നുള്ളത് വളരെ നേരെ, വളരെ ഒരു ചെറിയൊരു ഹൈറ്റ് മാത്രം, വളരെ ചെറിയൊരു ഹൈറ്റ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതിലൂടെയാണ് പോകുന്നത്, റൈറ്റിലേക്ക് അങ്ങോട്ടാണ് പോകുന്നത്, റൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഹൈറ്റ് ഒക്കെ നമുക്കൊന്ന് മാറ്റി നോക്കാം എന്താണ്, അതിന്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ ഒന്ന് മാറ്റി നോക്കാം. അപ്പൊ ഹൈറ്റ് നമ്മൾ 20 എന്നുള്ളത് നമുക്കൊരു 100 ആക്കി നോക്കാം. 100 ആക്കി നോക്കാം. ഇനി എന്ത് വ്യത്യാസം വരുന്നത് നമ്മൾ നോക്കി കണ്ടോ, അതിന്റെ വീതി കൂടി, അതിന്റെ ഹൈറ്റ് കൂടിയത് കണ്ടോ. അപ്പൊ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് ആണ്. എത്രയാണ് ഈ മാർക്ക് ടെക്സ്റ്റ് പോകേണ്ട ആ ഒരു സ്പേസിന്റെ ഹൈറ്റ് എത്ര വേണം എന്നുള്ളതാണ് ആ കൊടുക്കുന്നത്. ഇനി അതിന്റെ വി സ്പേസ് നമുക്കൊന്ന്, ഇപ്പൊ വി സ്പേസ് നമുക്കിപ്പോ 30-ലാണ്, നമുക്കതൊന്ന് ഒരു 100 കൊടുത്തു നോക്കാം. കുറച്ച് താഴത്തേക്ക് വന്നില്ലേ, അത് നേരത്തെ കുറച്ച് മുകളിലായിരുന്നു, ഇപ്പൊ ലേശം കൂടെ താഴേക്ക് വന്നു. അപ്പൊ വെർട്ടിക്കൽ വി സ്പേസ് മീൻസ് എ വെർട്ടിക്കൽ സ്പേസ് ആൻഡ് എച്ച് സ്പേസ് മീൻസ് എ ഹൊറിസോണ്ടൽ സ്പേസ്. Vertical V space means how much height from the top to bottom. That is the meaning of the V space, and how much space is to be left between the left margin and the marquee text. That is the H space. So this is a detailed one. I think it's not a very difficult one, but anyway, care should be taken, and you have to study. What are the once again I repeat is this one. Height, what are the main attributes of the marquee tag? Height, width, direction, behavior, scroll delay, scroll amount, loop, BG color, H space, and V space. These are the marquee text attributes. They're exactly the same one which is displayed in the textbook. Okay. Now we are moving to the DIV, division or section, divide. You can think many types here. The div tag is for defining the section.
ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട കാര്യം അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു വേർഡാണ് CSS എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. അതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് അതായത് ഒരു സെക്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ വി വിൽ യൂസ് ദിസ് div tag. അപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ലാർജ് കണ്ടത് നമുക്ക് എക്സാം ചോദിച്ചിട്ടുണ്ടോ, മാത്രം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. This tag is used for defining a section or a block in the document. With the div tag, we can group large sections of HTML documents together and format it. കുറെ വലിയ സെക്ഷൻ ബൈ സെക്ഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ div tag ഉപയോഗിക്കുന്നത്. div tagന്റെ 3 ആട്രിബ്യൂട്ട്സ് ആണ്. അലൈൻ, അതിന്റെ ID, ഓരോ ബ്ലോക്കിനും ഒരു ഐഡന്റിഫയർ ആണ്. അലൈൻ എന്ന് പറഞ്ഞാൽ എവിടേക്ക് വരണം, ഹൊറിസോണ്ടൽ ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്യണം, ഓരോ ഡിവിഷൻ എടുക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്യണം, റൈറ്റിലേക്ക് അലൈൻ ചെയ്യണം. അതിന്റെ സ്റ്റൈൽ എങ്ങനെയാണ് നമുക്ക് ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇതാണ് അതിന്റെ ഔട്ട്പുട്ട്. ഇതാണ് സക്സസ് സ്റ്റോറി. നോക്കി നോക്കി എങ്ങനെ വന്നത്, 1 day ഓരോ ഡിവിഷൻ ആയിട്ടല്ലേ വന്നത്. ഇവിടെ നോക്കി നോക്കി എങ്ങനെ എഴുതിയിട്ടുണ്ട്. ബോഡി ടാഗ് BG കളർ ഈക്വൽ ടു H2 അലൈൻ, H2 ഹെഡിങ് ടാഗ് H2 ഉപയോഗിച്ച് സക്സസ് സ്റ്റോറി എന്നുള്ള ഹെഡിങ്ങിലാണ് എഴുതിയിട്ടുള്ളത്. ഡേവ് അലൈൻ ഈക്വൽ ടു സെന്റർ. അപ്പോൾ ഇനി ഇവിടെ ഈ div ടാഗ് തുടങ്ങി ഈ div ടാഗ് അവസാനിക്കുന്നത് വരെ ആണ് എന്ത് വരുന്നത്, ഓരോ സെക്ഷൻസ് ആയിട്ട് വരുന്നത്. അലൈൻ ഈക്വൽ ടു സെന്റർ. ഇവിടെ നിന്ന് എഴുതിയിട്ടുണ്ട്. സ്റ്റൈൽ അതിന് കളർ മാറ്റിയിട്ടുണ്ട്. 1 day മുതൽ സ്കൂൾ വരെ ഒരു സെക്ഷൻ ആയിട്ട് കണ്ടു. അത് സെൻട്രലി അലൈൻ ചെയ്താണ് വന്നിട്ടുള്ളത്. അടുത്തതും ഓരോ സെക്ഷനിലാണ്. അടുത്ത പാരഗ്രാഫ്, അടുത്ത വേറെ സെക്ഷനിൽ അടുത്ത P വേറെ ഓരോന്നും. ഇങ്ങനെയാണ്. ഇനി അടുത്തത് സാധാരണ ബോഡി ടാഗിനുള്ളിൽ കൊടുത്തിട്ടുള്ള സംഭവമാണ്. അപ്പൊ div tag ഉപയോഗിക്കുന്ന ഓരോ സെക്ഷൻ ആക്കിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് അത്ര യൂസ് ഉള്ളതല്ല. Now it is the font tag. സ്പെസിഫിക് ഫോണ്ട് നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്താണ്, എങ്ങനെ സൈസ് ആൻഡ് കളർ ഓഫ് ദ ടെക്സ്റ്റ് enclosed here. The font tag allows us to change the style and the size, color of the text enclosed within the font tag. I think 4 or 5 times the questions are asked from this font tag. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാഗ് ആണ്, പക്ഷെ നല്ല പ്രാവശ്യം എക്സാമിൽ ചോദിച്ചില്ല. സോ വാട്ട് യു ഹാവ് റിട്ടൺ, ഹൗ യു ആർ പ്രസന്റിങ് ദിസ് ഫോം, അവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് വരേണ്ടത് എന്നുള്ളതാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ എക്സാമ്പിൾ നോക്കിയോ, ഇവിടെ എഴുതിയത് എങ്ങനെയാണ്, പക്ഷെ വന്നാൽ ഫോണ്ട് കണ്ടോ, വേറെ സ്റ്റൈലാണ് ഈ ഔട്ട്പുട്ടിന്റെ ഫോണ്ട് വന്നിട്ടുള്ളത്. എന്താണ് എഴുതിയിട്ടുള്ളത്, സക്സസ് പീപ്പിൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ don't do and do great things, they only do small things in a great way. ഇതൊരു കോട്ടാണ്. അത് ഏതിനുള്ള കൊടുത്തിട്ടുള്ള നോക്കിയോ നിങ്ങൾ. ഇവിടെ ഈ ഔട്ട്പുട്ട് നോക്കിയാൽ ഈ താഴത്തുള്ള മുകളിലുള്ള നല്ല വ്യത്യാസമുണ്ട്. മുകളിൽ എഴുതിയിട്ടുണ്ട് every success story is also a story of great failure. The only difference is that every time they failed they boomed back. ഈ എഴുതിയിട്ടുള്ള വ്യത്യാസം എന്താ, പ്രോഗ്രാം എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എവരി സക്സസ് സ്റ്റോറി എന്നുള്ള ബൗൺസ് ബാക്ക് എന്നുള്ള സാധാരണ ബോഡി ടാഗിന്റെ ഉള്ളിലാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ആണ് അത് ഈ ഒരു സ്റ്റൈലിൽ വന്ന ഡിഫോൾട്ടഡ് HTML സ്റ്റൈലിൽ വരും. In other words, this one, take this one. Success people, this has been written inside the font tag. Font has opened here and closed here. Here size equal to 6. Size equal to 6 means it's somewhat bigger. അതാണ് ബിഗ് സൈസ്. And what is the face, what is the style, ഏത് കുറേ ഉണ്ട്, കൊറിയർ ന്യൂ, ഇമ്പാക്ട്, വെർദാന, then ടൈംസ് ന്യൂ റോമൻ, ഏരിയൽ, കുറേ നമുക്ക് വേർഡ് പാഡ് ഒക്കെ എടുത്ത് നോക്കിയാൽ ധാരാളം യു ക്യാൻ ഫൈൻഡ് മെനി സൈസ് ഓഫ് ഫോൺസ്, സ്റ്റൈൽ ഓഫ് ഫോൺസ്. അതാണ് ഫേസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. Then color, you can select the color up to you. Okay. Now these are the tags that you have to study in this class. So let us just rewind what these are. Means we have started from this center tag, P tag. Yes, here we have started from here. I will just rewind it once again. Center tag central വരാൻ വേണ്ടിയിട്ടാണ്, B tag അത് ബോൾഡിലാക്കാനാണ്, I tag for the italics, underline tag for the underlining, yes and strike tag ഒന്ന് എഴുതിയിട്ട് അത് വെട്ടാൻ വേണ്ടിയാണ്, സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിഗ് ടാഗ് ഇസ് ദി ബിഗർ സൈസിൽ വരാൻ വേണ്ടിയിട്ടാണ്, വലുതായിട്ട് വരാൻ. സ്മോൾ ടാഗ് മീൻസ് സ്മോൾ വരാൻ, സ്ട്രോങ് മീൻസ് ബോൾഡ് ആയിട്ട് തന്നെ വരാൻ. ദെൻ EM tag ഇറ്റാലിക്സ് പോലെ തന്നെ ഉള്ളതാണ്. സബ് ആൻഡ് സൂപ്പർസ്ക്രിപ്റ്റ്. സോ ടുഡേസ് ക്ലാസ് യു ഹാവ് ടു കോൺസെൻട്രേറ്റ് in some tags, that means sub and superscript tag and marquee tag and font tag.
These are the tags you have to concentrate in today's class. സബ്സ്ക്രിപ്റ്റ് സൂപ്പർസ്ക്രിപ്റ്റ് എഴുതാനുള്ളതാണിത്. ദെൻ ബ്ലോക്ക് ഔട്ട് ആൻഡ് കോട്ട് ഒരു ബ്ലോക്കിൽ വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. നൗ ദെൻ പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ് വൺ വേർഡ് സാറിന് ചിലപ്പോൾ ചോദിക്കുന്നതാണ്. പ്രീ ഫോർമാറ്റഡ് ടാഗിൽ വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? Exactly the way you have written in the program inside your body, exactly the same way it will be displayed in your as a output. The address tag, address style വരാൻ വേണ്ടിയിട്ടുള്ള address tag, marquee, and many attributes are there. Many attributes, or 6 or 7 or 8 attributes are there for the marquee tag. And division. If you have to divide this your output section, body section, into many sections, you have to use tag, div tag. Okay, division tag. Right. Then font tag. There are 3 important attributes: color, face, size. Look at the program here. I repeat, and I repeated many times. Font is the tag, size is the attribute, 6 is the value. Font is the tag, face is the attribute, courier no is the value. Font is the attribute, font is the tag, color is the attribute, and this one is the value. HTML is a study of tags, attributes, and its value. Study it well, and we will continue in the next class with HTML entities for the servers.